അനിൽകുമാർ, ഇതുപോലൊരു ചടങ്ങിൽ എന്തിനാണ് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കാതിരിക്കുന്നത്? മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. കേന്ദ്രത്തിൽ ആന്റണി ഉണ്ടായിരുന്നപ്പോൾ, കരുണാകരൻ ഉണ്ടായിരുന്നപ്പോൾ, മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ ഒന്നും തന്നെ മര്യാദ കേരളത്തോട് കാണിച്ചില്ല. ഇപ്പതാ വീണ്ടും മോദി ഇരിക്കുന്ന കാലത്ത് ഒരു മര്യാദയും ഇല്ല. അതാ നിന്റെ വിഷമം. അനിൽകുമാർ, ഇതുകൊണ്ടാണോ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ നാളത്തെ പരിപാടിക്ക് ക്ഷണിക്കാത്തത്? ക്രെയിൻ സംവിധാനം ചൈനയിൽ നിന്ന് കൊണ്ട് നിറക്കുന്ന സന്ദർഭത്തിൽ അത് സ്വീകരിക്കാൻ പോയ നടപടിയിൽ ലജ്ജിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തെ അഭിമാനമാണ്. സതീശനെ ഓർത്ത് കേരളം ലജ്ജിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോട് പ്രശ്നമുണ്ട് എന്ന് തന്നെ വെക്കാം, UDF-ന്റെ നിലപാടിനോട് പ്രശ്നമുണ്ട് എന്ന് തന്നെ വെക്കാം. നാളത്തെ പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല അതിന്റെ പേരിൽ എങ്കിൽ അതിന് മലയാളത്തിൽ ഒരു വാക്കുണ്ട്, പകപോക്കൽ എന്ന്. അതാണോ? ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. എനിക്ക് ലളിതമായി ഒരൊറ്റ കാര്യം കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. നാളെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്താൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? ക്ഷണിച്ച് അദ്ദേഹം പങ്കെടുക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? റാഷിദിന്റെ വീട്ടിൽ ചടങ്ങിന് ഞാൻ പങ്കെടുത്തു. ആ ചടങ്ങിന് പങ്കെടുത്തിട്ട് ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചില്ല, ഞാൻ പോന്നു. അത് കഴിഞ്ഞ് പുറത്ത് പത്രക്കാരോട് പറയുകയാണ്, ഇങ്ങനെ ഒരാളുടെ ചടങ്ങിൽ പങ്കെടുത്തതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഇത് മാന്യതയുള്ള കാര്യമാണോ? അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. ശ്രീ അനിൽകുമാർ, എന്റെ വീട്ടിലേക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ടെടുപ്പ് നടത്തി അതിലൂടെ വിജയിപ്പിച്ച് തെരഞ്ഞെടുത്ത് അയച്ച അംഗങ്ങളല്ല എന്റെ വീട് ഭരിക്കുന്നത്. അവിടെ എന്റെ വീട്ടിൽ ഞാനാണ് ഗൃഹനാഥൻ, ഞാനാണ് മുഖ്യമന്ത്രി. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. ബഹുമാനപ്പെട്ട റാഷിദ് എന്നെ ക്ഷണിച്ചു എന്നിരിക്കട്ടെ, ഞാൻ നിങ്ങൾ മുഖ്യമന്ത്രിയാണോ മന്ത്രിയാണോ ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ വീട്ടിലൊരു ചടങ്ങിൽ എന്നെ ക്ഷണിച്ചു. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇങ്ങോട്ടൊന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഈ പറഞ്ഞതിനാണ് എനിക്ക് അതിൽ നല്ല പ്രശ്നമുണ്ട്. എനിക്കിപ്പോ ചെറിയ അസൗകര്യമൊക്കെ ഉണ്ട്. പ്രതിപക്ഷ ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ ചെറിയ അസൗകര്യം ഉണ്ട് എന്നാണ് താങ്കൾ ആ പറഞ്ഞതിന് രത്ന ചുരുക്കം. ഒറ്റ വാക്കി ഉത്തരം പറയട്ടോ. കഴപ്പ്. ഭരണപക്ഷത്തിനുള്ളതുപോലെ തന്നെ പ്രതിഷേധിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിനുമുണ്ട്. ഇതിനോട് പ്രതികരിക്കാനുള്ള അവസരം ജനങ്ങൾക്കുമുണ്ട്. അതാണ് ജനാധിപത്യം. ആ അത്തരത്തിലുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ 18 സീറ്റിൽ ജയിച്ചതും നിങ്ങൾ ഒരു സീറ്റിൽ തോറ്റതും. അതും ജനങ്ങളുടെ പ്രതിഷേധമാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിച്ചാൽ ഞങ്ങളെ വിളിക്കില്ല എന്ന് പറയാനുള്ള ആർജവം ഒരു CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ഉണ്ടാകണമെങ്കിൽ, ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾ അങ്ങയെ ഓർത്ത്, അങ്ങയുടെ പാർട്ടിയെ ഓർത്ത്, അങ്ങയെ അയച്ചവരെ ഓർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കുന്നതിൽ ശ്രീ ഉമ്മൻചാണ്ടി എടുത്തുള്ള മികവ്, അദ്ദേഹം എടുത്തുള്ള താല്പര്യം, അദ്ദേഹം എടുത്തുള്ള ശുഷ്കാന്തിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് ഒരുപക്ഷെ നമ്മുടെ രാജാവിന് ഇഷ്ടപ്പെട്ട് കാണില്ല, ഒരുപക്ഷെ നല്ല ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം വിളിക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. ഇവിടെ നിങ്ങളുടെ ഒന്നും കുടുംബത്തിലെ പൈസ എടുത്തല്ല ഈ പരിപാടി നടത്തുന്നത്. ഇവിടെ ഈ പരിപാടി നടത്തുന്നത് താങ്കൾ പറഞ്ഞല്ലോ, ഈ ഇത്ര കോടി രൂപ ചെലവാക്കുന്നു സംസ്ഥാന സർക്കാർ. ഏതാ പിണറായി വിജയന്റെ വീട്ടിലെ പൈസയാണോ? അനിൽകുമാറിന്റെ വീട്ടിലെ പൈസയാണോ? പറയുന്നതിനൊക്കെ ഒരു അന്തസ് വേണ്ടേ? ആ പൈസ എടുത്ത് ചെലവാക്കുമ്പോ റാഷിദ് സ്വന്തമായി വീടിന്റെ ബാലോചന നടത്തുന്നതും ഇവിടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടിയെ ഒരുപോലെ കാണുന്ന ഈ വിവരം കെട്ട രാഷ്ട്രീയം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ വിവരം കെട്ട രാഷ്ട്രീയം എന്ന് നിർത്തുന്നോ അന്നേ CPM ഗുണം പിടിക്കും. 5000 കോടി രൂപയുടെ പ്രോജക്റ്റിൽ 6000 കോടി രൂപയുടെ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പ്രകടനം നടത്തിയത് അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാ. സമാധാനമായ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ട